മൂന്നാറിലെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. വളർത്തുനായയെ പുലി പിടികൂടി. മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു ഈ സംഭവം. ഈ പ്രദേശത്ത് പ്രത്യേക RRT പരിശോധന നടത്തും. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുകയാണ്. പറയൂ രാഹുൽ. SKN മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിലാണ് ഈ പുലി ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നതും ഈ വീട്ടുടമ ഈ നായയെ നഷ്ടപ്പെട്ട വിവരം, ഈ പുലി പിടിച്ചു എന്നുള്ള വിവരം അറിയുന്നത് ഇന്നലെ രാത്രിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ താമസിക്കുന്ന രവി എന്ന് പറയുന്ന ആളുടെ വളർത്തു നായയാണ് ഈ പുലി പിടിച്ചുകൊണ്ട് പോകുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പതിയെ വന്ന് ശബ്ദം പോലും ഉണ്ടാക്കാതെ വന്ന് ഉറങ്ങിക്കിടന്നിരുന്ന നായയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്നലെ പകൽ മുഴുവനും ഈ നായയെ കാണാതെ വന്നതോടുകൂടി വൈകുന്നേരത്തോടെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ പുലി എത്തിയതായും പുലി ഈ പട്ടിയെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ നിരീക്ഷണം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഇന്നലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ആ മേഖലയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നും RRTയുടെ നിരീക്ഷണം അവിടെ ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ആവശ്യമെങ്കിൽ കൂട് ഉൾപ്പെടെ സ്ഥാപിച്ച് പിടികൂടുന്ന സാഹചര്യം വേണമെങ്കിൽ നോക്കാം എന്നാണ് വനംവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതൊരു വനമേഖലയോട് ചേർന്ന പ്രദേശമാണെന്ന് വനംവകുപ്പ് അവകാശപ്പെടുന്നു. ഏറ്റവും ഉയർന്ന ഭാഗത്തെ ലയൺസ് ഉള്ള സ്ഥലമാണ്. അതിനോട് ചേർന്നൊരു ചോലവനമുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ പുലിയുടെ സാന്നിധ്യം ഉള്ളതാണ്. അതുകൊണ്ട് അത്തരം വലിയ ആശങ്കകളിലേക്ക് പോകണോ എന്നുള്ളത് വനംവകുപ്പ് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കൂട് വെക്കേണ്ട ഒരു സാഹചര്യം എന്താണ് എന്നത് പരിശോധിച്ചതിന് ശേഷം ചെയ്യാം എന്നാണ് വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് പുലി വീണ്ടും വരുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കും എന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ആശങ്ക ഈ പുലിയുടെ സാന്നിധ്യത്തിൽ, ഈ വീട്ടുമുറ്റത്ത് പുലി എത്തിയതിൽ അവിടുത്തെ ആളുകൾക്കുണ്ട്, തോട്ടം തൊഴിലാളികൾക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. ഓക്കെ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.